ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് റെഡിയായി ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ. ഓട്ടോയിൽ പോകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ നിങ്ങൾ പറ്റിയില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗ് പിന്നെ വെള്ളം പിന്നെ സ്നാക്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലെല്ലാം കയറി ഇരിക്കുക കേട്ടോ. രാവിലെ നേരത്തെ ഞാൻ 4:30 എണീച്ച് റെഡിയായി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. വാവസ് ഒരു 5:30 ആകുമ്പോൾ റെഡിയായി. വീട്ടിൽ നിന്ന് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങിട്ടോ. 6:30 ആകുമ്പോൾ ഇറങ്ങി 7 മണിയൊക്കെ ആകുമ്പോൾ 6:30 കഴിഞ്ഞിട്ട് ഇറങ്ങി. 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ബസ് കയറുന്ന പ്ലേസൊക്കെ ഇങ്ങനെ എത്തി. പിന്നെ അങ്ങനെ ബസ്സെല്ലാം കയറി ഇതാട്ടോ. നമ്മൾ എറണാകുളം കൊച്ചിയിൽ റീച്ചായി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങി നെക്സ്റ്റ് വന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോകുക. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുക കേട്ടോ. ടീച്ചേഴ്സ് ഒത്തിരി കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് വന്നത്, നല്ല ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത് കേട്ടോ. നല്ല പാട്ട് പിന്നെ നല്ല ഡാൻസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ടീച്ചേഴ്സ് ഫുഡെല്ലാം കൊണ്ടുവന്നായിരുന്നു, ഇഡ്ഡലി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയെല്ലാം കഴിച്ചു. ഞാനും 3 ഇഡ്ഡലി, വാവുസിങ് 3 ഇഡ്ഡലി അങ്ങനെ കഴിച്ചു. പിന്നെ ഇങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് രാവിലെ ഫുഡെല്ലാം ഓക്കെ ആയിട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് നിൽക്കുക കേട്ടോ. ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുക, മെട്രോ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഗൈസ്. വാവുസ് ഇങ്ങ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. വാവുസിൻ്റെ ഫോൺ ഇങ്ങനെ എടുത്തായിരുന്നു. എൻ്റെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, കൂടുതൽ വെള്ളം എടുത്ത്. ഇവിടുത്തെ വെള്ളമൊന്നും ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്ന് വെച്ച് അമ്മ കൂടുതൽ വെള്ളം ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തു. നല്ല വെയിറ്റാണ്. അപ്പോൾ നമ്മുടെ മെട്രോയ്ക്ക് വേണ്ടി ഇങ്ങ് കാത്തുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പറേ മെട്രോ നിൽക്കുന്നുണ്ട്, നമ്മൾ അതിലല്ല പോകുന്നത്, ഇപ്പറേ കൂടെ വരുന്നതിലാണ് പോകുന്നത് ഗൈസ്. അപ്പം നമ്മുടെ ഈ ട്രിപ്പ് ഫസ്റ്റ് ആയിട്ടുണ്ട്. എറണാകുളം വന്നിട്ടില്ല കേട്ടോ. എറണാകുളം വന്നിട്ടില്ല, ഈ മെട്രോയിലും കയറിയതൊന്നുമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒത്തിരി കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് അങ്ങനെ പിന്നെ 2-3 സാറുണ്ട്, അങ്ങനെ ഒത്തിരി പേരൊക്കെയാണ് വന്നിട്ടോ. നല്ല വൈബായിരുന്നു. അപ്പം നമ്മുടെ വാവൂസ് ഇങ്ങ് മെട്രോ പോകുമ്പോൾ ഇങ്ങ് വീഡിയോ എടുക്കാൻ കേട്ടോ. വാവൂസിൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വാവൂസ് വീഡിയോ എടുക്കാൻ വാവൂസിന് ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സുമാരുടെ അടുത്ത് ഇങ്ങ് വാവൂസ് നിൽക്കുക. അടിപൊളിയായി കേട്ടോ, കാണുമ്പോൾ തന്നെ നല്ല വൈബാണ്. ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ, നല്ല എക്സൈറ്റ്മെൻറ്റാണ്. വാവൂസ് ഇങ്ങ് ട്രിപ്പ് പോകുന്നെന്ന് വെച്ച് ഉറങ്ങിയിട്ടില്ല. കുറച്ച് ഡേയ്സായിട്ട് ആ ഡേറ്റിന് വേണ്ടി ഇങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ മെട്രോയിലെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പം വല്ല തിരക്കൊന്നും ഇല്ല കേട്ടോ, തിരക്ക് ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി, കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു. വാവൂസ് അപ്പറേ ഇരിക്കുക, എനിക്ക് വേറെ എവിടെയാണ് സീറ്റ് കിട്ടി, വാവൂസിന് വേറെ എവിടെയാണ് സീറ്റ് കിട്ടി കേട്ടോ. ഇപ്പോൾ വേറെ സ്റ്റേഷൻ എത്തിയപ്പോൾ കുറച്ച് ഇങ്ങ് തിരക്ക് കൂടി വരും കേട്ടോ. മൗസ് ഇങ്ങ് വീഡിയോസ് ഇങ്ങ് എടുത്തോണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങളിത് മെട്രോയിൽ പോകുമ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. നമ്മൾക്ക് സീറ്റ് കിട്ടിയായിരുന്നു. സീറ്റ് കിട്ടിയപ്പോൾ ഇങ്ങ് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ഇങ്ങ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ എന്നാലും ഈ പ്ലേസിൽ ആദ്യമായിട്ടാണ് വന്നത്. അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. നൈസ് വൈബ് തന്നെ. പക്ഷെ നമ്മുടെ പാലക്കാട് പോലെ ഇങ്ങനെ പച്ചപ്പ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സാണ് കേട്ടോ ഗൈസ്. ടീച്ചേഴ്സിനെയും വീഡിയോ എടുത്തു കേട്ടോ. ഹൗസ് അടുത്ത് നിൽക്കുക കേട്ടോ. ഇനിയും ടീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ കുറച്ച് ടീച്ചേഴ്സ് ഇവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറം ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മെട്രോയെല്ലാം കയറി കഴിഞ്ഞു. ബോട്ടിങ്ങിലാണ് കേട്ടോ. ബോട്ടിൽ ഞങ്ങൾ കയറിയിട്ടോ. ഒത്തിരി പേര് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോട്ടാണ് ഞങ്ങൾ പിടിച്ചോട്ടോ. അപ്പോൾ ഞങ്ങൾ ബോട്ടിലെല്ലാം കയറിയിട്ട് ഫുഡെല്ലാം കഴിച്ച് സ്പെഷ്യൽ അവിടെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് കൈയെല്ലാം കഴിഞ്ഞ് എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളിയാവും. അവിടെ പുറത്തൊന്നും ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ സാറ് പറഞ്ഞു ഇവിടെ നമുക്ക് ബോട്ടിൽ ചെന്ന് കയറി കഴിക്കാമെന്ന് വെച്ചാൽ. പിന്നെ ബോട്ടിൽ ചെന്ന് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ബോട്ട് തന്നെ ഇങ്ങ് എടുത്ത്. അതുവരെ ഞങ്ങൾ ആ ബോട്ടിൽ തന്നെ വെച്ച് കഴിച്ചു കേട്ടോ. നൈസ് വൈബാണ് കേട്ടോ. ഒത്തിരി ബോട്ടുകളുണ്ട്. അപ്പറേയുള്ള ബോട്ടിലെല്ലാം അടിപൊളി പാട്ടും വൈബൊക്കെ ആയിരുന്നു കേട്ടോ. നൈസായിരുന്നു. എന്തായാലും നമ്മൾ ഈ പ്ലേസ് എന്തായാലും കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അപ്പുറേ കപ്പലെല്ലാം കണ്ടു കേട്ടോ. 2-3 കപ്പലെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. താഴെ ഈ ബോട്ടിലുള്ള പയ്യൻ ഓരോരോ കപ്പലുടെ നെയിമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ പേരൊന്നും കിട്ടുന്നില്ല, മറന്നുപോയി. ഓരോരോ കപ്പലിൻ്റെ നെയിമും ഓരോ പ്ലേസ് എത്തുമ്പോൾ ഓരോന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പറേ ഒത്തിരി ബോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നിന്നിട്ട് വീഡിയോസ് എടുക്കുക. വാവോസിങ് അവിടെ ചുമ്മാ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. താഴെയും കുറച്ച് പേരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സ് അതുപോലെ തന്നെ പാരൻസ് കുട്ടികളെല്ലാം കുറച്ച് താഴെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. നൈസ് വൈബ് എന്ന് വെച്ചാൽ നൈസ് വൈബായിരുന്നു. നല്ല കനത്ത കാറ്റ് വീശുന്നുണ്ട്.
ഞങ്ങൾ ബസ്സെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങ് വരുമ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കയ്യിലേക്ക് ഇങ്ങ് കയറിയപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ നല്ല വൈബ് എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. വലുതായിട്ട് ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ വാവൂസ് ആകെ സാഡില്ല. വാവൂസിൻ്റെ ഫോൺ ഇങ്ങ് ബാഗിൽ വെച്ച് ബാഗ് വണ്ടിയിൽ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ആരെങ്കിലും ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. എല്ലാം കുറച്ച് പേരെല്ലാം താഴെ. അപ്പം ഞങ്ങൾ മുകളിലേക്ക് വന്നൊക്കെ താഴേക്കെല്ലാം കുറച്ച് നല്ലോണം പ്ലേസൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ മുകളിലേക്ക് വന്നു കേട്ടോ. പിന്നെ കുറച്ച് പേരായിട്ട് ഇങ്ങ് വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചു എന്നിട്ട് തന്നെ ബോട്ട് എടുത്തത്. പക്ഷെ അവരെല്ലാം താഴെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ വാവൂസ് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ ഗൈസ്. അമ്മയ്ക്ക് ഒട്ടും വയ്യ. പക്ഷെ എന്നാലും അമ്മ വാവൂസിന് വേണ്ടി ഇങ്ങനെ എന്നെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നില്ലെങ്കിൽ വാവൂസ് ഇങ്ങ് പോവത്തില്ല. പിന്നെ ടീച്ചേഴ്സും വിളിച്ചായിരുന്നു. വാവൂസ് ഞാനുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സും വിളിച്ചപ്പോൾ അങ്ങനെ പോയതാട്ടോ. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡെല്ലാം അച്ഛൻ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് 3 നേരം ഹോട്ടലിൽ ഫുഡാണ്. അപ്പം അമ്മ സാരില്ല, വാവൂസിൻ്റെ സന്തോഷം കളയണ്ടെന്ന് വെച്ച് എന്നെയും കൂടി ഇങ്ങ് വിട്ടതാട്ടോ. ഇപ്പോൾ രാവിലെ 6:30 ആകുമ്പോഴേ വന്നേ. ഇനി എന്നായാലും പോകാൻ നൈറ്റാവും. അപ്പം അമ്മയെ വിളിച്ചപ്പോൾ അമ്മ നൂലിപ്പുട്ടെല്ലാം കഴിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ മേടിച്ചു കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് ചോറും മേടിച്ചു കൊടുക്കും. നൈറ്റ് ഹോട്ടലിൽ ഫുഡ് തന്നെ. ഇനി എന്തായാലും വീട്ടിൽ ഫുഡ് ഇന്നത്തെ ദിവസം ഇല്ല. അപ്പം അങ്ങനെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു കേട്ടോ. അച്ഛൻ കോളെല്ലാം വിളിച്ചായിരുന്നു. പിന്നെ ഈ പ്ലേസ് എല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ. ഒത്തിരി പ്ലേസ് ഇഷ്ടമായിട്ടോ. പക്ഷേ നമ്മുടെ പാലക്കാട് പോലെ പച്ചപ്പൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ എറണാകുളം എന്ന് വെച്ചാൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ മെയിൻ സിറ്റിയാണല്ലോ. കേരളത്തിൽ തന്നെ മെയിൻ സിറ്റിയാണല്ലോ. ഒത്തിരി കെട്ടിടങ്ങൾ ഇങ്ങ് പൊങ്ങി പൊങ്ങി കിടക്കാം. നമ്മുടെ പാലക്കാട് ഇങ്ങനെ കെട്ടിടങ്ങളൊന്നും അങ്ങനെ ഇല്ല. അത്രയൊന്നും ഇല്ല. കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. നല്ല ഭംഗിയ ഇഷ്ടമെല്ലാം പെട്ടായിരുന്നു കേട്ടോ. ഇപ്പഴേ കാണുന്ന വലിയ കപ്പലാട്ടോ. ഈ കപ്പലുടെ നെയിം താഴെ നിൽക്കുന്ന ആ പയ്യ ഇങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല, മറന്നുപോയി. ഞങ്ങൾ മുകളിലായതുകൊണ്ട് താഴെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പ്ലേസെല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു പയ്യ ഇങ്ങ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നൈസ് എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ടിംഗ് എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ് കേട്ടോ. 1 മണിക്കൂർ ഫുഡെല്ലാം കഴിച്ച് ഫുഡൊക്കെ ഒരു 1/4 മണിക്കൂർ ഫുഡ് കഴിക്കാൻ തന്നെ ടൈം എടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂറാണ് ഞങ്ങളുടെ ബോട്ട് യാത്ര. അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ് കേട്ടോ. വാവൂസിന് ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അവർ പറയുന്നത് ഞാൻ വാവൂസിന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നൈസ് വൈബ് എന്ന് വെച്ചാൽ നൈസ് വൈബാണ്. ഇവിടെ ഇതൊരു കപ്പലാണ് കേട്ടോ. പക്ഷെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സൂം ചെയ്ത് വീഡിയോ എടുത്തില്ല. ചെറുതായിട്ടേ ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വൈബായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഫസ്റ്റായിട്ട് ഇങ്ങനെ കയറി ബോട്ടിൽ തന്നെ കയറുന്നത് ഫസ്റ്റായിട്ട് കേട്ടോ. പക്ഷെ പേടി ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ കയറാൻ കുറച്ച് പേടിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നല്ല വൈബായിരുന്നു. കയറി ഇപ്പോൾ കൂടുതൽ എല്ലാവരും മുകളിലേക്ക് വന്നു കേട്ടോ. കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ താഴെയുള്ളൂ. ഏകദേശം ടീച്ചേഴ്സുമാരും കുട്ടീസും അതുപോലെ തന്നെ പേരൻസ് എല്ലാവരും മുകളിൽ വന്നു കേട്ടോ. ആ കാണുന്നതും കപ്പലാണ് കേട്ടോ. അപ്പുറം കാണുന്നതും കപ്പലാണ് കേട്ടോ. അതും ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പറയും കപ്പലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ബോട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് മെട്രോ ബോട്ടും ഇങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മെട്രോ ബോട്ടിലൊന്നും കയറിയില്ലായിരുന്നു. ഞങ്ങൾ നോർമൽ ബോട്ടിൽ തന്നെയാണ് കയറിയത്. എനിക്ക് വെള്ളം എന്ന് വെച്ചാൽ തന്നെ ഒത്തിരി പേടിയാട്ടോ. വീട്ടിൽ പുഴ പിന്നെ അതുപോലെ കനാല് കുളത്തിൽ പോലും കളിക്കാനൊന്നും തുണി അലക്കാനൊന്നും പോകത്തില്ല. അത്രയും വെള്ളം എന്ന് വെച്ചാൽ പേടിയാട്ടോ. തുണിയൊക്കെ അലക്കിയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. അമ്മയും കൊണ്ടുപോയിട്ട് അമ്മ മുകളിൽ നിൽക്കി ഞാൻ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും വെള്ളം കാണുമ്പോൾ ആകെപ്പാടെ നല്ല മനസ്സിലേക്ക് പേടി തോന്നുന്നുണ്ട്. എന്നാലും നല്ല വൈബായിരുന്നു, ഇഷ്ടമായി. പക്ഷെ വെള്ളം എന്ന് വെച്ചാൽ പേടി. നമ്മൾക്ക് നീന്താനൊന്നും അറിയത്തില്ല സംഭവം. നല്ല പേടിയാ. പക്ഷേ കയറണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ബോട്ടിങ് എല്ലാം കയറണമെന്ന്. പക്ഷേ ഓരോ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾക്ക് എങ്ങും പോകാനൊന്നും പറ്റിയില്ല. അപ്പം ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ഞാനും വാവൂസ് വന്നു കേട്ടോ. ഒത്തിരി പേര് കുറച്ച് പേര് താഴെയുണ്ട്, കുറച്ച് പേര് മുകളിലുണ്ട്. വാവൂസ് ഫോൺ എടുത്തില്ല എന്ന് വെച്ചാൽ ആകെ പിണക്കത്തില്ല ഇതാട്ടോ. ഇപ്പോൾ കുറച്ച് സൂം ചെയ്ത കപ്പൽ കാണിച്ചു കേട്ടോ. നമ്മുടെ ഫോണിലാണെങ്കിൽ വലിയ ക്ലിയറും കിട്ടുന്നില്ല. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ കുഴപ്പമില്ല, ബാക്ക് ക്യാമറ അത്ര ക്ലിയർ ഇല്ല കേട്ടോ. ഏകദേശം കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എന്നായാലും ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്ത അനുഭവം കേട്ടോ. നല്ല ഡേയ്സായിരുന്നു. ടീച്ചേഴ്സുമാരും കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ല. സ്റ്റുഡൻറ്റ് കുട്ടീസ് അതുപോലെ തന്നെ പേരൻസ് എല്ലാവരും കുഴപ്പമില്ല. നല്ല എൻജോയ് ആയിരുന്നു. എല്ലാവരും നല്ല ഫ്രീ ആയിരുന്നു. നല്ല സോങ്ങും അതുപോലെ തന്നെ ഡാൻസും ടീച്ചേഴ്സുമാരും പാരൻസും കുട്ടീസും എല്ലാം അടിച്ച് പൊളിച്ചാൽ ഞങ്ങൾ വന്നു കേട്ടോ. നൈസ് വൈബ് എന്ന് വെച്ചാൽ നൈസ് വൈബാണ്. വാവൂസിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കേട്ടോ. വാവൂസിന് ട്രിപ്പ് എന്ന് വെച്ചാൽ തന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ ഓരോ പ്രശ്നം കൊണ്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല.
അമ്മക്ക് വയ്യാത്തത് പിന്നെ ഓരോരോ പ്രശ്നം കൊണ്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അമ്മ ഇന്ന് എന്നായാലും കുഴപ്പമില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു വിട്ടത് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എങ്ങും പോകാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വന്നാട്ടോ. പിന്നെ ആ കപ്പലുടെ അപ്പുറം കാണുന്നത് സിമെൻറ്റ് ഫാക്ടറി കേട്ടോ. സിമെൻറ്റ് ഫാക്ടറി അപ്പുറം ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് എന്നോ പറഞ്ഞു, എനിക്ക് മറന്നു പോയിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്നില്ല. സുഡാനി സിമെൻറ്റ് ഫാക്ടറി കേട്ടോ അതിൻ്റെ പേര്. പിന്നെ അപ്പുറത്ത് അതുപോലെ തന്നെ കപ്പലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിലൊത്തിരി പേര് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങ് പോകുന്നുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ തന്നെ തോന്നുന്നത്. കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്നതാണ് കേട്ടോ സുഡാനി സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ഇതും ആദ്യമായിട്ടൊക്കെ കാണുന്നത്. നമ്മൾ ഫോണിലൂടെ ടി വിയിലൂടെ ഇങ്ങനെ കാണാനല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. സുവാരി സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ, സുഡാനി അല്ല. ഞാനിങ്ങ് തെറ്റിയിട്ടാണ് പറഞ്ഞ്. ഇപ്പം ഇങ്ങ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അറിഞ്ഞു കേട്ടോ, പേരിങ്ങ് മറന്നു പോയിട്ടു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന ടീച്ചേഴ്സുമാർക്കും